പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. കോഴിക്കോട് മാലാപ്പറമ്പിലെ വസതിയിലാണ് അന്ത്യം. വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നു. കാളിദാസ്, ഇപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ചരിത്രകാരനും ചരിത്ര അധ്യാപകനും ഒക്കെ ആയിരുന്ന ഗവേഷകനൊക്കെ കൂടിയായിരുന്ന ഡോക്ടർ MGS നാരായണൻ വിടവാങ്ങിയത്. പ്രായാധിക്യം മൂലമുള്ള നിരവധി അസ്വസ്ഥതകളെല്ലാം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു മരണം കൂടിയാണ്. 92 വയസ്സാണ്. കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം. ഭാര്യയും മകളുമൊക്കെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഡോക്ടർ MGS നാരായണൻ്റെ സംഭാവനകൾ ഒരിക്കലും മറക്കാനാകില്ല. കേരള ചരിത്രത്തെ തന്നെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയിട്ടുള്ള നിരവധി സംഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും ശ്രദ്ധേയമാണ്. കേരള ചരിത്രത്തെ സംബന്ധിച്ച് വലിയ വലിയ സംഭാവനകളെല്ലാം ഡോക്ടർ MGS നാരായണൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. കേരള സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല എന്നീ സർവകലാശാലകളിലെല്ലാം ചരിത്ര വിഭാഗത്തിൽ മേധാവിയായുമെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ICHRൻ്റെ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക് റിസർച്ചിൻ്റെ മേധാവി കൂടിയായിരുന്നു ഒരു സമയം. അത്തരത്തിൽ നിരവധി ചരിത്ര സംഭവങ്ങളെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് കൃത്യമായി പഠിച്ച് അതിൽ കൃത്യമായി നിരീക്ഷണങ്ങളൊക്കെ നൽകുന്നതിൽ പ്രഗത്ഭൻ കൂടിയായിരുന്നു ഡോക്ടർ MGS നാരായണൻ എന്നുകൂടി വേണം എടുത്തു സൂചിപ്പിക്കാൻ. അതുമാത്രമല്ല, ഏറ്റവും സമീപകാലത്ത് മലബാർ കലാപത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യുന്ന ചില നീക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. പല ഘട്ടങ്ങളിലും അദ്ദേഹം ഡോക്ടർ MGS നാരായണൻ എന്ന വ്യക്തിയെ രാഷ്ട്രീയവൽക്കരിക്കാനൊക്കെ പലതരത്തിൽ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബലത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും ചരിത്രത്തിലൂന്നി, ചരിത്ര വസ്തുതകൾ ഊന്നി മാത്രമാണ് ഇത്രയും കാലം ഡോക്ടർ MGS നാരായണൻ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. അവസാന കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്തെല്ലാം പ്രായാധിക്യം അല്ലെങ്കിൽ പ്രായത്തെ തുടർന്നുള്ള നിരവധി അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും അദ്ദേഹം കൃത്യമായ ഗഹനമായ വിശകലനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന അദ്ദേഹത്തിൻ്റെ തീസിസ് പ്രബന്ധം തന്നെ ഏറെ ശ്രദ്ധേയമായൊരു പ്രബന്ധം കൂടിയാണ്. കേരള ചരിത്രം, അതായത് കൃത്യമായി പറഞ്ഞാൽ മധ്യ കേരളത്തിൻ്റെ ചരിത്രം കൃത്യമായി പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ MGS നാരായണൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. 1932 ഓഗസ്റ്റ് 20-നായിരുന്നു പൊന്നാനിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചരിത്രം പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ഏറെക്കാലം അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. 1973 കേരള സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം PhD കരസ്ഥമാക്കി. 1970 മുതൽ 1992 വരെ അദ്ദേഹം വിരമിക്കുന്നത് വരെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വകുപ്പിൻ്റെ തലവനായിരുന്നു. ദേശീയമായും അന്തർദേശീയമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അറിയപ്പെടുന്ന ചുരുക്കം ചില തെന്നിന്ത്യൻ ചരിത്രകാരന്മാരിൽ ഒരാൾ കൂടിയാണ് MGS നാരായണൻ എന്നുള്ളത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദക്ഷിണേന്ത്യൻ ചരിത്രം പ്രധാനമായും സൂചിപ്പിച്ചാൽ കേരള ചരിത്രത്തെക്കുറിച്ച് വലിയ രീതിയിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു ചരിത്രകാരൻ കൂടിയാണ് ഡോക്ടർ MGS നാരായണൻ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു സൂചിപ്പിക്കാനുള്ളത്. പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ MGS നാരായണൻ എന്നുള്ളതും കൂടി നമുക്ക് എടുത്ത് പറയാം. ഇന്ത്യൻ ലിപികൾ ആയിട്ടുള്ള നിരവധി ഇന്ത്യൻ ലിപികളുണ്ട്. അതിൽ ബ്രാഹ്മി ഗ്രന്ഥം, അത്തരത്തിലുള്ള ലിപികളെല്ലാം പഠിക്കുകയും പിന്നീട് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. MGS ഇനി ഓർമ്മയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് ഇനി നമുക്ക് കടക്കേണ്ടത്. കേരളത്തിൽ ചരിത്ര ശാഖയ്ക്ക് വലിയ ദിശാബോധം പകർന്നയാളാണ് MGS. MGSൻ്റെ